ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5i ഇൻറ്റു -3/5 i ആണ് അല്ലെ. ഇത് ആൻസർ കിട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് എന്താണ്, ഈ 5ഉം ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 5ഉം ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് എന്ത് വരും? -3 ഇൻറ്റു ഈ ഐയും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് i² വരും. നമുക്കറിയാം -3 ഇൻറ്റു i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 ഈസ് i ആണ്. സോ i² വിൽ ബി -1 ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി i² ഈസ് -1. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി ചില ടെക്സ്റ്റുകളിലൊക്കെ ഇത് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5i ഇൻറ്റു -3/5i എന്ന് കാണുന്നുണ്ട്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം. റീസെന്റ് ടെക്സ്റ്റുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5i ഓക്കെ അല്ലെ, നമുക്ക് ഇത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഇത് ക്യാൻസൽ ചെയ്താൽ മതി. 5ഉം ഐയും ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ വിൽ ബി 3 ആയിരിക്കും അല്ലെ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ നമ്മൾ ഫൈനൽ ആൻസർ എന്ത് ചെയ്തു? ഇതിന്റെ റെപ്രസെന്റേഷൻ a+ib റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 + 0i എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസറിലോട്ട് എത്തി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് i⁻9 + i⁻19 ആണ് അല്ലെ. ഇതിനെ നമ്മൾ a+ib ഫോമിൽ ലാസ്റ്റ് ഒരു ഒറ്റ കോംപ്ലക്സ് നമ്പർ ആയിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം ഓർമ്മ വേണം. i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. സോ i⁻4 എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അതൊന്നും അറിഞ്ഞോളുന്നില്ല. നമുക്ക് i² എന്താണെന്ന് അറിഞ്ഞാൽ മതി. i² -1 ആണെന്ന് അറിഞ്ഞാൽ മതി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? i⁻9 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്താണ്? നമുക്ക് എപ്പോഴും ഈ ടേമിനെ i⁻9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? i⁻9 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? i⁻8 ഇൻറ്റു i എന്ന് എഴുതാലോ. i⁻1 എന്ന് എഴുതാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. a⁻x ഇൻറ്റു a⁻y ഒരേ ടേമിന്റെ പവർ ആണെങ്കിൽ ആ പവർ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. i⁻8നെ 9 i⁻8 ഇൻറ്റു i⁻1 എന്ന് എഴുതി പ്ലസ്. അതേപോലെ i⁻19 നമുക്ക് എങ്ങനെ എഴുതാം? i⁻19 അതൊരു ഓഡ് നമ്പർ ആണ് 19. നമുക്ക് അതൊരു ഈവൺ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഏറ്റവും അതിന്റെ താഴെ കിടക്കുന്ന ഈവൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 19 നമുക്ക് എങ്ങനെ എഴുതാം? 18 ഇൻറ്റു i എന്ന് എഴുതാം അല്ലെ. i⁻1 എന്ന് എഴുതാം അല്ലെ. i⁻8നെ നമുക്ക് ഈ i² ടേമിലോട്ട് കൺവേർട്ട് ചെയ്തൂടെ അല്ലെ. i²⁴ എന്ന് എഴുതാലോ അല്ലെ. ഇൻറ്റു i⁻1 എന്ന് പറഞ്ഞാൽ i ആണ്. i⁻18നെ നമുക്ക് അതേപോലെ തന്നെ i²⁹ എന്ന് എഴുതാം അല്ലെ. ഇനി നോക്കി നോക്കുക. i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പൊ നമുക്ക് i² -1 കൊടുക്കാം ഇൻറ്റു i കൊടുക്കാം. then i² again -1 ആണ്. ⁻9 ഇൻറ്റു i എന്ന് വരും അല്ലെ. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? -1⁴ അല്ലെ. ഏതൊരു നെഗറ്റീവ് നമ്പറിന്റെ പവർ ഈവൺ ആണെങ്കിൽ എന്ത് വരും? 1 ആയിരിക്കും ആൻസർ. 1 ഇൻറ്റു i ആണ് പ്ലസ് ഇവിടെ -1�9. 9 ഒരു ഓഡ് നമ്പർ ആണ്. സോ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ദെൻ i അല്ലെ. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 1 ഇൻറ്റു i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i ആണ്. -1 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ -i ആണ്. സോ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ ആൻസറും കിട്ടി. പക്ഷെ ചോദ്യം ശ്രദ്ധിക്കണം. കിട്ടിയ ആൻസർ a+ib ഫോമിൽ എഴുതണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0 ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? i⁻39 ആണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാം? നമ്മളത് ആദ്യം 1/i⁻39 ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. റെസിപ്രോക്കൽ എടുക്കണം. x⁻2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 1/x² ആണ് അല്ലെ. സോ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ i⁻39 ചെയ്യണം. ഈ i⁻39 എന്താണ്? നമുക്കറിയാം i⁻38 ഇൻറ്റു
ഐ റേസ് ടു 1 എന്ന് എഴുതാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ പ്രോപ്പർട്ടി തന്നെ അല്ലേ. ഇനി ഈ ഐ റേസ് ടു 38നെയോ ഐ സ്ക്വയറിന്റെ ടേമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇന്നലെ എഴുതിയ അതേ പ്രോപ്പർട്ടി തന്നെ 18 18 അല്ല 19 വരും. 19 വരിക. 19 ഇൻറ്റു ഐ എന്ന് വരും. ഇനി ഐ സ്ക്വയർ എന്ന് കഴിഞ്ഞാൽ -1 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇൻറ്റു ഐ എന്ന് വരും. ഇനി 19 ഒരു ഓഡ് നമ്പർ ആണ്, അപ്പോൾ എന്ത് വരും? -1 എന്ന് വരും ഇൻറ്റു ഐ. സോ ആൻസർ എന്തായിരിക്കും? -i ആയിരിക്കും. നമ്മുടെ ആൻസർ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ചോദ്യം ഇതായിരുന്നു. അപ്പോൾ 1/-i എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിൽ ഐ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കില്ല നമ്മൾ പറയാം. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കലായ -iയുടെ റെസിപ്രോക്കൽ ഏതാണ്? +i ആണ്. +i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ ഐ വരും അല്ലെ. 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ്. താഴെ -i ഇൻറ്റു ഐ, ദാറ്റ് ഈസ് -i സ്ക്വയർ ആണ്. സോ i/-i സ്ക്വയർ ഈസ് -1. സോ ആൻസർ എന്തായിരിക്കും? i/1 ദാറ്റ് ഈസ് ഐ ആയിരിക്കും അല്ലെ. ആൻസർ കഴിഞ്ഞില്ല, കാരണം നമ്മളോട് a+ib ഫോമിൽ എഴുതണം. അപ്പോൾ ഇറ്റ് വിൽ ബി 0+i അല്ലെ. 0+i ആയിരിക്കും. ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? അല്ലെ, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് ആദ്യം എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു 7 ദറ്റ് ഈസ് 21. അഗെയിൻ 3 ഇൻറ്റു 7i ദറ്റ് ഈസ് 21i പ്ലസ് i ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, i ഇൻറ്റു 7 ദറ്റ് ഈസ് 7i പ്ലസ് i ഇൻറ്റു 7i ദറ്റ് ഈസ് 7i സ്ക്വയർ. എന്ത് വരും? അല്ലെ, റിയൽ പാർട്ടുകൾ, റിയൽ നമ്പർ 21 ഉണ്ട്, പിന്നെ i ഇല്ലാത്ത ടേമുകളൊന്നും ഇല്ല. ദെൻ 21i പ്ലസ് 7i ഇറ്റ് ഈസ് 28i. ഇത് രണ്ടും i ഉള്ള ടേംസ് ആണ്. സോ വി ക്യാൻ ആഡ് ബോത്ത്. സോ വി ഗെറ്റ് 28i. ദെൻ ഇറ്റ് ഈസ് i സ്ക്വയർ ദാറ്റ് ഈസ് 7 ഇൻറ്റു i സ്ക്വയർ ഈസ് -1. സോ ഒരു മൈനസ് 21 വന്നു. അഗെയിൻ ഇവിടെ ഒരു -7 വരും അല്ലെ. എന്തായിരിക്കും? 21 പ്ലസ് 28i -7 ദാറ്റ് ഈസ് 21 -7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 15 ആണ്. സോറി 14 ആണ്. 14 പ്ലസ് 28i. ഇതാണ് ആൻസർ. അത് a+ib ഫോമിലായി. ഇനി അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? എക്സ്പാൻഡ് ചെയ്യുന്നത് മതി. a+ib ഫോമിൽ എഴുതണം. സോ ഈ ടേമിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. 1 - i മൈനസ്, ഇനി ഇത് ബ്രാക്കറ്റ് അല്ലെ, ഇവിടെ മൈനസ് പുറത്തുണ്ട്. മൈനസ് ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ഇവിടെ -1 അല്ലെ, പിന്നെ -6i എന്ന് വരും അല്ലെ. അപ്പൊ എന്ത് വരും? 1 - i പ്ലസ് 1 -6i ആയിട്ട് മാറും. ഇവിടെ ഐന്റെ ടേംസും കോൺസ്റ്റന്റ് ടേമുകൾ ഏതൊക്കെയാണ്? 1 + 1 അല്ലെ. 1 + 1 ദാറ്റ് ഈസ് 2. ദെൻ -i -6i ദാറ്റ് ഈസ് എന്താണ്? 7i എന്ന് വരും. ഇപ്പൊ എന്തായി? a+ib ഫോമിലായി. 2 - 7i. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? സിക്സ്ത് വൺ. 1/5 അല്ലെ, ഫ്രാക്ഷൻ ആണ്. നോക്കാം. 1/5 അത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. വേണ്ട 1/5 എഴുതി. ദെൻ i 2/5 എഴുതി. ദെൻ ഈ സെക്കൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഉള്ളോട്ട് കൊടുക്കണം. വേണ്ട. സോ അത് -4 ആവും. ഇനി ഈ മൈനസ് ഇങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് -i 5/2 ആയിരിക്കും. ഇനി ഏതൊക്കെ ടേംസ് ആണ്? നോക്കാം. 1/5ലും i ഇല്ല, അതുപോലെ തന്നെ -4ലും i ഇല്ല. അപ്പൊ അതിനെ ഒരുമിച്ച് എഴുതി. i ഇല്ലാത്ത ടേം ആണ് അല്ലെ. ദെൻ ഇതിൽ രണ്ടിലും i ഉണ്ട്. സോ i പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ 2/5 ആണ് അല്ലെ, പ്ലസ് 2/5 ആണ്. ഇവിടെ ഒരു i ഉണ്ട്. i മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. മൈനസ് ഉണ്ട്, മൈനസ് ഇവിടെ ഇട്ടു. 5/2 അവിടെ ഉണ്ട്. ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കുക? 1/5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4/1 അല്ലേ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 1 ഇൻറ്റു 1 മൈനസ് 5 ഇൻറ്റു 4 20/5 വരും അല്ലെ. പ്ലസ് i ഇൻറ്റു എന്താ വരിക? ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 2 ഇല്ലെങ്കിൽ എൽസിഎം കണ്ടാലും മതി. 2 ഇൻറ്റു 2 4 മൈനസ് അല്ലെ 5 ഇൻറ്റു 5 25 ഡിവൈഡഡ് ബൈ എന്താണ്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 2 10 അല്ലെ. സോ അപ്പൊ എന്ത് വരും? ഇതെന്തായിരിക്കും? 1 മൈനസ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? -19/5 പ്ലസ് i ഇൻറ്റു
4 മൈനസ് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 21/10 ആണ് അല്ലെ? അപ്പൊ ആൻസർ എന്താ വരും? നമുക്ക് ആൻസർ ആയി അല്ലെ? മൈനസ് ഒന്ന് ഓർഡർ ആക്കി എഴുതിയാൽ മതി. മൈനസ് 19/5 അല്ലെ? ഈ ഇവിടെ പ്ലസ് ആണ്, ഈ 21 ഒരു മൈനസ് ഉള്ള സ്ഥിതിക്ക് പ്ലസ് മൈനസ് പറയുമ്പോൾ മൈനസ് 21/10 എന്ന് വരും. അതിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. എന്താണ് വരിക? 1/3 അല്ലെ? പ്ലസ് I7/3. ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണ് വേണ്ടത്. ദെൻ പ്ലസ് ആണ്, ഈ പ്ലസ് ഉള്ളോട്ട് കൊടുക്കുമ്പോൾ +4 തന്നെയാവും. അഗെയിൻ പ്ലസ് ഇത് വരും I1/3 വരും. ഇവിടെ മൈനസ് ആണ്, അപ്പോൾ ഉള്ളോട്ട് ഓൾറെഡി -4/3 അവിടെ കിടക്കുന്നു. സോ മൈനസും എന്താവും? +4/3 ആവും. ഇനി വീണ്ടും ഇവിടെ കൊടുക്കുന്നു മൈനസ് I ആയിട്ട് മാറും അല്ലെ? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കോൺസ്റ്റന്റ് ടേമുകളൊക്കെ 1/3 ഒരു I ഇല്ലാത്ത ടേം അതിനെ എഴുതി. പിന്നെ ഒരു +4 ഉണ്ട് അല്ലെ? +4 ഉണ്ട്. ഇത് I/7/3 ആണ്. ഇനി +4 ഉണ്ട്. പിന്നെ ഏതാണ്? ഒരു 4/3 ഉണ്ട് അല്ലെ? +4/3 ഉണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ I ഉള്ള ടേംസ് ഏതൊക്കെ? ഒരു പ്ലസും I ഞാൻ അവിടെ എഴുതി. ഇനി I ഉള്ള ടേംസ് ഏതൊക്കെയാണ്? അല്ലെ, ഇതിൽ +I ഉണ്ട്, പുറത്തേക്ക് എടുത്താൽ 7/3 മാത്രമാവും. ദെൻ ഇവിടെ ഒരു 1/3 വരും. ലാസ്റ്റ് ഒരു ഓൾറെഡി ഒരു -I ആണ്, അതിൽ I പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 മാത്രമാവും. I ഉള്ള പുറത്തേക്ക് പോയിട്ട് എന്താവും? അവിടെ 1 ആവും അല്ലെ? ഇനി ഇതിന്റെ ഉള്ളിലുള്ള ടേംസ് ഒന്ന് കണ്ടുപിടിക്കണം മാത്രം. ഇത് LCM കണ്ടാൽ എന്ത് വരും അല്ലെ? എന്റെ എല്ലാം LCM 3 ആണ് അല്ലെ? 3 ഹോൾ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേമിൽ ഓൾറെഡി ഡിനോമിനേറ്റർ 3 ആണ്, അപ്പോൾ 1 അതേപോലെ എഴുതി. താഴെ ഇവിടെ 3 ഇല്ല, അപ്പോൾ 3 ആക്കണമെങ്കിൽ മുകളിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 12 വരും. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്, അപ്പോൾ 4 അല്ലെ? ഇതായിരിക്കും ഫസ്റ്റ് ടേം. പ്ലസ് I ഇൻറ്റു എന്താണ് ഇതിന്റെയും LCM നമുക്ക് 3 ആയിട്ട് എടുക്കാം. അപ്പോൾ 7 പ്ലസ് 1, ഇവിടെ 3 ഇല്ല, അപ്പോൾ ഇവിടെ 3 കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? മുകളിലും താഴെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത പോലെ, അപ്പോൾ -3 ആവും അല്ലെ? അപ്പോൾ ആൻസർ എന്ത് വരും അല്ലെ? 12 + 1 13 + 4 എത്ര വരും? 17/3 പ്ലസ് I ഇൻറ്റു ഇവിടെ എത്ര വരും? 7 + 1 8, 8 - 3 5/3. ഇതാണ് ആൻസർ. 17/3 പ്ലസ് I 5/3 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. I all raised to 4 ആണ് ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എങ്ങനെ ചെയ്യാത്? 1 - I നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻ അറിയണം. 1 - raised to 4ന്റെ എക്സ്പാൻഷൻ അറിയണം. A + B all raised to 4ന്റെ എക്സ്പാൻഷൻ അറിയണം. ഇനി അത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 - I raised to square whole raised to square എന്നിട്ടാൽ മതി. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? A raised to B raised to C will be A raised to BC. പവറുകൾ മൾട്ടിപ്ലൈ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ എന്ത് തന്നെ വരിക? 4 തന്നെ വരിക. നമുക്ക് A - B whole squareന്റെ എക്സ്പാൻഷൻ അറിയാലോ. ഈസി ആയിട്ട് നമുക്കറിയാം. A - B whole square will be എന്താണ്? A² - 2AB + B² ആണ്. അപ്പൊ ആ എക്സ്പാൻഷൻ വെച്ച് ഇതിനെ ചെയ്യാം. എന്ത് വരും? 1² - 2 ഇൻറ്റു 1 ഇൻറ്റു I പ്ലസ് I² അല്ലെ? ഇത് ഉള്ളിലെ സ്ക്വയറിന് മാത്രം എക്സ്പാൻഷൻ ആണ്, പുറത്തെ സ്ക്വയർ ഉണ്ട്, അതേപോലെ ഇവിടെ ഇട്ടു. ദെൻ 1² 1 ആയിരിക്കും അല്ലെ? 2 ഇൻറ്റു 1 ഇൻറ്റു I 2I ആണ്. ദെൻ I² എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ എന്ത് വരും? 1ഉം -1ഉം ക്യാൻസൽ ചെയ്ത് പോയി അല്ലെ? 0 വരും. ദറ്റ് ഈസ് -2I ഹോൾ സ്ക്വയർ വരും. ഇവിടെ എന്താ വരിക? -2iയുടെ സ്ക്വയർ എന്താ? -2ന്റെ സ്ക്വയർ എത്ര വരിക? 4 വരും അല്ലെ? -2ന്റെ സ്ക്വയർ 4, പിന്നെ ഒരു I² വരും. അപ്പൊ എന്താണ്? 4 ഇൻറ്റു I² എന്ന് പറഞ്ഞാൽ -1, സോ -4 ആയിരിക്കും ആൻസർ അല്ലെ? ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് raised to 4th എക്സ്പാൻഷൻ അറിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് മറക്കരുത്. കിട്ടിയ ആൻസറിനെ നമ്മൾ A + IB യിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ -4 + 0i എന്നും കൂടി എഴുതണം. ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. ഒന്നാമത്തെ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം? A + IB യിൽ റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ -4 + 0i എന്ന് ഫൈനൽ ആൻസർ എഴുതണം. ഇനി ഇവിടെ നെക്സ്റ്റ് ഇതും എക്സ്പാൻഷൻ നമുക്ക് അറിയണം. ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ്? A + B ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ എന്താണ്? A³ + 3 A² B
പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. എയുടെ പവർ കുറഞ്ഞു കുറഞ്ഞു വരും, ബിയുടെ പവർ കൂടി കൂടി വരും അല്ലേ. ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. 1/3 ഹോൾ ക്യൂബ് പ്ലസ് 3a എന്ന് പറഞ്ഞാൽ 1/3 അല്ലെ. ബി സ്ക്വയർ 3i അല്ലെ, ബി സ്ക്വയർ അല്ല ബി അല്ലെ, 3a സ്ക്വയർ ബി ആണ്. അപ്പൊ 1/3യുടെ സ്ക്വയർ ദെൻ ബി എന്ന് പറഞ്ഞാൽ 3i. നെക്സ്റ്റ് അടുത്ത ടൈം എന്താണ്, 3a എന്ന് പറഞ്ഞാൽ 1/3 ദെൻ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3i സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3i ഹോൾ ക്യൂബ്. ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. 1 ക്യൂബ് 1 ആണ്, 3 ക്യൂബ് എത്രയാണ്, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. ദെൻ ഇവിടെ 3 ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, 1 3യുടെ സ്ക്വയർ 9 അല്ലെ. 1/3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/9 ഇൻറ്റു 3i ഉണ്ട്. ദെൻ പ്ലസ് 3 ഇൻറ്റു 1/3 ഇൻറ്റു 9i സ്ക്വയർ എന്ത് വരും അല്ലെ, 9i സ്ക്വയർ എന്ന് വരും. പ്ലസ് 3 ക്യൂബ് 27 ആണ് ഇൻറ്റു i ക്യൂബ് വരും അല്ലെ. ഇവിടെ 1/27 അല്ലെ. 3 ഇൻറ്റു 3 9 ആണ്. ആ 9ഉം ഈ 9ഉം തന്നെ ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്താവും, i മാത്രമാവും. പിന്നെ ഈ 3യും ഈ 3യും ക്യാൻസൽ ചെയ്ത് പോകും. i സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, മൈനസ് ആണ്. അപ്പൊ 9 ഇൻറ്റു മൈനസ് ഉണ്ട്, ദറ്റ് ഈസ് -9 ആവും ഇവിടെ അല്ലെ. പിന്നെ ഇവിടെ i ക്യൂബ് എന്താണ്, i ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് i സ്ക്വയർ ഇൻറ്റു i ആണ്. സോ -1 ഇൻറ്റു i ദറ്റ് ഈസ് -i. ഇവിടെ എന്ത് വരും, 27 ഇൻറ്റു -i എന്ന് വരും അല്ലെ. അപ്പൊ എന്താണ് ആൻസർ, 1/27 -9. ഇതാണ് റിയൽ പാർട്ട്. ഇനി i ഉള്ളത് ഏതൊക്കെയാണ്, ഇത് രണ്ടുമാണ്. അതിൽ രണ്ടിലും ഒരു i നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണിൽ i പോന്നു കഴിഞ്ഞാൽ 1 ആവും, സെക്കൻഡ് വണ്ണിൽ -27 അവിടെ ഉണ്ടാവും. അപ്പൊ ആൻസർ എന്തായിരിക്കും, ഇതിന്റെ LCM എന്താണ്, 27 ആണ് അല്ലെ, ഫസ്റ്റ് രണ്ട് ടേമിന്റെ. ദെൻ ഇത് വരും മുകളില് LCM ആക്കാൻ 1 -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെ. 27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണല്ലോ. അപ്പൊ എന്താ വരിക, ആൻസർ -242 വരും അല്ലെ. നിങ്ങൾ ചെയ്ത് നോക്കും, -242/27 പ്ലസ് i ഇൻറ്റു എന്ത് വരും, -26 അല്ലെ. മൈനസ് ഇവിടെ കൊടുത്താൽ മതി, ഇവിടെ കൊടുക്കണ്ട, ആ മൈനസ് എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊടുത്താൽ മതി. -26 ആയി വരും അല്ലെ. അപ്പൊ ഇതും എന്തായി, ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെന്താ വരുന്നത്, ഇതിന് ക്യൂബ് ഫോമിലാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, -2 -1/3 i ഹോൾ ക്യൂബ് ആണ് അല്ലെ. ക്യൂബിന്റെ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞില്ല, എന്താണ്, a plus b whole cube will be a cube plus 3a square b plus 3ab square plus b cube ആണ്. എന്ത് വരും, -2 ഹോൾ ക്യൂബ് അല്ലെ പ്ലസ് എന്താണ്, നിങ്ങൾ -2 എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും പ്രശ്നമില്ല, എന്ത് ചെയ്താൽ നമ്മൾ പ്ലസ് തന്നെ എടുത്താൽ മതി. നമ്മൾ ആ ടേംസ് ആ മൈനസ് ഉൾപ്പെടുത്തി എഴുതിയാൽ മതി അല്ലെ. a എന്ന് പറഞ്ഞാൽ -2 ആണ് ഇവിടെ, b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/3 ആയിട്ട് എടുത്താൽ മതി. ഇവിടെ എന്ത് വരും, 3a എന്ന് പറഞ്ഞാൽ -2 അല്ലെ, അതിന്റെ സ്ക്വയർ. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ പ്ലസ് അല്ലെ, പ്ലസ് കഴിഞ്ഞുള്ള ടേം പ്ലസ് ആണ്, ഇവിടെ -1/3 അല്ലെ, -1/3 i ആണ് b. അടുത്തത് 3 അല്ലെ, ab സ്ക്വയർ, a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്, -1/3 i സ്ക്വയർ. ഇനി b ക്യൂബ് എന്താ, ക്യൂബ്. ദെൻ ഇനി -2ന്റെ ക്യൂബ് എന്താണ്, 8 ആണ് അല്ലെ, -8 ആണ്. ക്യൂബ് ചെയ്യുമ്പോൾ നെഗറ്റീവ് പോവില്ല. ഇവിടെയോ, ഇവിടെ നോക്കൂ, എന്താണ്, 3 ഇൻറ്റു അല്ലെ -2ന്റെ സ്ക്വയർ 4/i/3. ഇവിടെ എന്ത് വരും, 3 ഇൻറ്റു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 അല്ലെ, -6 പ്ലസ് ഇട്ടുള്ളൂ, -6 ഇൻറ്റു ഇവിടെ എന്ത് വരും,
1/3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/9. ഇവിടെ I സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. പിന്നെ പ്ലസ് ഇത് വരും, ഒരു ക്യൂബ് എന്താ വരിക, ക്യൂബ് നമ്മൾ -1/3 ക്യൂബ് 27. I ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എഴുതിയല്ലോ, I ക്യൂബ് എന്തായിരിക്കും, -I ആയിരിക്കും അല്ലെ. ഇനി ഇതില് I ഇല്ലാത്ത ടേമുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, ഈ 3 ഉം 3 ഉം ക്യാൻസൽ ചെയ്യാം. 11 -8 -4I ആവും. പിന്നെയോ അല്ലെ, പിന്നെ ഏതാ വരിക, ഇവിടെ മൈനസും മൈനസും പ്ലസ് 6/9. പിന്നെ ഇവിടെ പ്ലസ് I/27. സോ എന്തായിരിക്കും, -8 ഉം റിയൽ ടേം ഏതൊക്കെയാണ്, +6/9 ആണ് റിയൽ ടേംസ്. ദെൻ ഇവിടെ പ്ലസ് I പുറത്തെടുത്തു കഴിഞ്ഞാൽ ഒരു -4 ഇവിടെ ബാക്കി ഉണ്ടാവും. ഇവിടെയാണെങ്കിൽ +1/27 ഉണ്ടാവും അല്ലെ. ഇതിന്റെ LCM എടുത്ത് നോക്കും, നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലൈറ്റർ എടുക്കാം അല്ലെങ്കിൽ LCM എടുക്കാം അല്ലെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്താ ആൻസർ കിട്ടും, ഇതായിരിക്കും ആൻസർ കിട്ടുക, -22/3 -22/3 വരും. ഇവിടെയാണെങ്കിൽ -107/27I എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്, ഫൈനൽ ആൻസർ വരുന്നത്. അപ്പൊ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തു.